അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയാണ് ലൊക്കേഷൻ. കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി, മണിമല കാഞ്ഞിരപ്പള്ളി, പാലായിൽ നിന്ന് വരുമ്പോൾ പാലാ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി, മണിമല വഴി ഈ കാഞ്ഞിരപ്പള്ളിക്ക് വരാം. പിന്നെ നമുക്ക് എരുമേലിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് വരാം. അയ്യപ്പന്മാരൊക്കെ ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണ് കാഞ്ഞിരപ്പള്ളി വഴി. പിന്നെ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്ന നമ്മൾ അടുത്തുള്ള ടൗണുകളാണ് ഞാൻ പറയുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് വരാം കാഞ്ഞിരപ്പള്ളിക്ക്, എരുമേലിയിൽ നിന്ന് വരാം, മുണ്ടക്കയത്ത് നിന്ന് വരാം, മുണ്ടക്കയത്ത് നിന്ന് വരാം, കുമിളിയിൽ നിന്ന് വരാം. കുമിളിയിൽ നിന്നുള്ള വഴിയാണ് KK റോഡാണ് നമ്മുടെ KK റോഡ്. ഫുൾ KK റോഡിലാണ് നമ്മുടെ കടയിരിക്കുന്നത്. നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മുടെ തൊട്ടടുത്ത് തന്നെ കെയർ ബേക്കറി ഉണ്ട്, തറവാട് ഹോട്ടലുണ്ട്, മിനി സിവിൽ സ്റ്റേഷനുണ്ട്, ഓപ്പോസിറ്റ് മിനി സിവിൽ സ്റ്റേഷനുണ്ട്, ബസ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മുടെ കടയിരിക്കുന്നത്. ആർക്കും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത് ലൊക്കേഷൻ ആയാലും ഇനി എവിടെയാണ് കട എന്ന് ചോദിക്കണ്ട. പിന്നെ ഫോൺ നമ്പർ 9447208809 ആണ് നമ്മുടെ ഫോൺ നമ്പർ. നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഫോൺ നമ്പർ വിളിക്കുക. ചിലപ്പോൾ ഫോൺ കിട്ടാതെ വരാറുണ്ട്. കിട്ടാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ബിസി വരുന്നതുകൊണ്ടാണ്. ഒത്തിരി പേര്, ഒരാൾ പറഞ്ഞു പ്രധാനമന്ത്രിയെക്കാളും ബിസിയാണെന്ന് ഒരാൾ പറഞ്ഞു. പ്രധാനമന്ത്രിയെക്കാളും ബിസിയാണ്, ഞാൻ തന്നെ വേണം എല്ലാം ചെയ്യാൻ. പ്രധാനമന്ത്രിക്ക് ഒരാൾ അതിൻ്റെ അടി മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നമുക്കതില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് സഹകരിക്കുക. നമുക്ക് പറ്റുന്ന സമയത്തെല്ലാം നമ്മൾ ഫോൺ എടുക്കാറുണ്ട്. ഞാനിതൊരു ജോലിയായിട്ട്, പ്രൊഫഷണലായിട്ടോ ഇതൊരു വരുമാന മാർഗമായിട്ട് ചെയ്യുന്ന ജോലിയല്ല ഇത് ഞാൻ എൻ്റെ ഒരു പാഷൻ്റെ പേരിൽ ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഫ്രീഡം എനിക്ക് നിങ്ങൾ തരണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാഷൻ വിട്ട് ഓടി രക്ഷപ്പെടും. അപ്പം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് സോണി അലക്സാണ്ടർ എന്നാണ്. എൻ്റെ കടയുടെ പേര് സോണി ഇലക്ട്രോണിക്സ് എന്നാണ്. കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞ 38 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന സോണി ഓതറൈസ്ഡ് ഷോറൂമാണ്. നമ്മളെല്ലാ ടൈപ്പ് കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കട ഈ യൂട്യൂബിൽ വന്ന പിന്നെ ആയിരിക്കും നിങ്ങൾ എന്നെ പരിചയമെങ്കിലും നമ്മുടെ ഈ പ്രാന്തപ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ നമ്മളെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ പല വീഡിയോയിലും എപ്പോഴും പറയാറില്ലാത്തതുകൊണ്ടാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ 10 ആംപ്ലിഫയറുകൾ വന്നിട്ടുണ്ട്. 10 എണ്ണം. ഓരോന്നായിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 എണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ആംപ്ലിഫയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള 3 ആണ്. മറ്റേ ക്വാളിറ്റി കുറവാണെന്നല്ല, ഏറ്റവും പെർഫോമൻസ് ഉള്ള നമുക്ക് ആവശ്യമുള്ള സാധനം. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ SJ200 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതെല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു മോഡലാണ്. ഈ ഫോണുമായിട്ട് നീ അപ്പുറം പോകും അല്ലേ? ഫോൺ കാരണം എടുക്കാൻ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഫോണോട് ഫോണാണ്. ഫോൺ എടുക്കുന്നില്ലെന്ന് പരാതിയുള്ളവർ വേറെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇതാണ് SJ200 എന്ന് പറഞ്ഞ മോഡൽ. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് 2 മൈക്ക് ഇൻപുട്ട് കൊടുക്കാം. ഇത് കണ്ടോ, കാണിച്ചേരെ, 2 മൈക്ക് ഡയറക്റ്റ് ഇൻപുട്ട് കൊടുക്കാം. പിന്നെ USB ഇൻപുട്ട് കൊടുക്കാം, ഓക്സ് ഇൻപുട്ട് കൊടുക്കാം. DC 24 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിന് മൈക്ക് ഓളിയോ ഉണ്ട്, മൈക്ക് എക്കോയും ഉണ്ട്. ഇത് ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ വെക്കാൻ അടിപൊളിയായിരിക്കും. ടൂറിസ്റ്റ് ബസ്സിലൊക്കെ 24 വോൾട്ട് ആണ് സപ്ലൈ. 12 തൊട്ട് 24 വോൾട്ട് വരെയുള്ള മൈക്ക് ഉപയോഗിക്കുന്നതിന് ടൂറിസ്റ്റ് ബസ്സുകാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് വീടുകളിൽ മൈക്ക് വേണ്ട, പാട്ടൊക്കെ പാടുന്നവർക്കും അടിപൊളിയാണ്. ഇത് 200 എന്ന് പറഞ്ഞാൽ നല്ല പവറുള്ള ഓഡിയോ ആണ്. ഇത് നമുക്ക് 50 + 50 + 100, അതായത് 2000 വാട്ട്സ് PMBO കിട്ടുന്ന ഒരു നല്ലൊരു ആംപ്ലിഫയർ ആണ്. പിന്നെ വിലയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ വിലയായി വരുന്നുള്ളൂ. വിലയൊക്കെ പറയാം. ഈ വില നമുക്ക് പറയാനുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ വില എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇന്നത്തെ വിലയല്ല നാളത്തെ വിലയുള്ള മറ്റന്നാൾ. എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കിയാൽ പണ്ട് ഞാനൊരു 2000 രൂപ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഇട്ടു. ഏത് പ്രോഡക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ആ പ്രോഡക്റ്റിന് പിന്നെ ഒരു 2200 2400 2800. ഇപ്പോൾ ആ പ്രോഡക്റ്റിന് 2600 ഉള്ളൂ. അങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും വില ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വില പറയാത്തത്. അങ്ങനെ ഒരു പ്രാവശ്യം വില പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൽ ആ വിലയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ആൾക്കാർ നിർബന്ധം പിടിച്ച് വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാനാണ് വില പറയാത്തത്. നിങ്ങൾക്ക് ഇന്ന് ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യമുള്ളവർ മാത്രം ഈ താഴെ കൊടുക്കുന്ന മൊബൈൽ നമ്പറിൽ വിളിക്കുക. ആ മൊബൈൽ നമ്പറിൽ വിളിക്കുക കഴിയുമ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ എടുക്കും. ഇപ്പം കേട്ടല്ലോ പടപട കിടന്ന് മൊബൈൽ അടിക്കുന്നത്. ഈ സമയത്ത് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ മറ്റൊരു സമയത്തേക്ക് അത് മാറ്റി വിളിക്കുക. അല്ലാതെ നമ്മൾ ഫോൺ എടുക്കാത്ത ആളാണെന്നോ, ചത്താലും വില പറയലെന്നോ, കൊന്നാലും വില പറയലെന്നൊക്കെ പറഞ്ഞ് എന്നെ കബഡി നിരത്തണം, വില അറിയാമെന്നൊക്കെ പറഞ്ഞ് ആരും ബുദ്ധിമുട്ടണ്ട. കബഡിയൊന്നും ആരും നിരത്തണ്ട. ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വില പറയും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കുക.
വില അറിയാൻ വേണ്ടിയിട്ട് ആരും വിളിക്കണ്ട. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വില പറയുക. ഇന്നത്തെ വില പറയാം, നിങ്ങൾക്ക് ഇന്ന് തന്നെ സാധനം അയച്ചു തരുമോ, നിങ്ങൾക്ക് വന്ന് നമ്മുടെ കടയിൽ വന്ന് വാങ്ങുകയോ ചെയ്യാം. അപ്പോൾ മൈക്കുള്ള അടിപൊളി ആംപ്ലിഫയർ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. ഇത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്ന ഒരു സാധനമാണ്, അത് വന്നു. പിന്നെ അടുത്ത ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ള അടുത്ത ഒരു സാധനമാണ് ഇത്. ഈ TV21 എന്നൊക്കെ പറഞ്ഞ് ഓരോ സാധനങ്ങൾ വന്നു, അതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള, അതിൻ്റെ ഇരട്ടി ക്വാളിറ്റിയുള്ള, വിലയിലും ഇച്ചിരി കൂടുതലുണ്ട്, ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ SJ400 ആണ്. SJ400 എന്ന് പറഞ്ഞ മോഡലാണ്. 4000 വാട്ട്സാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമുക്ക് ഇതിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് 100+100, അതായത് 1000+1000 ആണ് സ്പീക്കർ. പിന്നെ സബ് വൂഫർ എന്ന് പറയുന്നത് 2000 ആണ്. 2000 സബ് വൂഫർ കൊടുക്കാവുന്ന ഒരു അടിപൊളി ആംപ്ലിഫയർ ആണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കോയിലുകളും കാര്യങ്ങളും ഒക്കെ ബ്രാൻഡഡ് കമ്പനികളായ സോണി, പൈനിയർ, LG ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് കോയിലുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സൂപ്പറായിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് പെൻഡ്രൈവ് ഉണ്ട്, ഓക്സിനുണ്ട്, 2 DC ഇൻപുട്ട് ഉണ്ട്. ഇത് 30 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 30 വോൾട്ടാണ് ഇതിൻ്റെ പവർ സപ്ലൈ. മറ്റേതൊക്കെ 12 ആയിരുന്നു, 24 ആയിരുന്നെങ്കിൽ ഇത് 30 വോൾട്ടാണ് ഇതിൻ്റെ പവർ സപ്ലൈ. അപ്പോൾ ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫാനുള്ള മോഡലാണ്. ഫാനുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത 160 വാട്ട്സ് ഇൻറ്റു 2 ആണ്. 160 വാട്ട്സ് ഇൻറ്റു 2 പ്ലസ് 220 ആണ്. 160 വാട്ട്സ് പെർ ചാനലും 220 വാട്ട്സ് സബ് വൂഫറുമുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ SJ600 എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പെൻഡ്രൈവ് ഫ്രണ്ടിലാണ്. നമ്മൾ AS21 പെൻഡ്രൈവ് പുറകിലായിരുന്നെങ്കിൽ ഇതിൻ്റെ പെൻഡ്രൈവ് ഫ്രണ്ടിലാണ്. പിന്നെ അതിന് ഫ്രണ്ടിലേക്ക് സ്വിച്ചും കൺട്രോളും, പിന്നെ പെൻഡ്രൈവിന് കൺട്രോളും കാര്യങ്ങളും എല്ലാം ഉള്ള അതിമനോഹരമായ ഒരു സാധനമാണ്. അപ്പോൾ ഈ 3 പ്രോഡക്റ്റിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയേണ്ടവർ വിളിക്കുക. റേറ്റൊക്കെ ആയി വരുന്നുള്ളൂ. ഇത് വ്യത്യസ്തമായ പവർ സപ്ലൈ ആയതുകൊണ്ട് ഇതിൻ്റെ പവർ സപ്ലൈ അസംബ്ലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് റെഡിയാക്കിയതിന് ശേഷം വില പറയാം. അപ്പം നിങ്ങൾ ഏത് അറിയിച്ചെന്നുള്ളൂ. ഇനിയുള്ള 5 മോഡൽസ് അടുത്ത വീഡിയോ ആയിട്ടിടാം. ഇപ്പോൾ ഈ മോഡൽസ് 3 എണ്ണം കണ്ടല്ലോ. ഈ 3 സെറ്റിന് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ വിളിക്കുക, വില ചോദിക്കുക. നമ്മുടെ ആദ്യത്തെ മോഡൽ SJ200, ഇത് SJ200, ഈ മോഡൽ SJ400, ഇത് SJ600. അങ്ങനെ 3 മോഡൽസാണ് നമുക്കുള്ളത്. അതിൻ്റെ വീഡിയോസ് ഒന്ന് കാണിച്ചു തരുമോനെ? ഒന്ന് കാണിച്ചു. അടുത്തത് കാഴ്ചയിലെല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇതിൻ്റെ പെർഫോമൻസും വാട്ട്സും എല്ലാം വ്യത്യസ്തമാണ്. അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കോമ്പണൻ്റ്, IC ഇതെല്ലാം മാറ്റം അനുസരിച്ചാണ് വില വ്യത്യാസം വരുന്നത്. വില അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനിയൊരു കുറച്ചും കൂടെ പവർ കുറഞ്ഞ കുറച്ച് ചെറിയ ആംപ്ലിഫയറുകളുണ്ട്. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ, ഇപ്പോൾ കുറച്ച് റേറ്റ് കുറവ് മതി, ഒത്തിരി ബഹളമൊന്നും വേണ്ടാമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 5 പുതിയ ആംപ്ലിഫയറും കൂടെ വന്നിട്ടുണ്ട്. ഇത് അടുത്ത വീഡിയോയിൽ അത് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ടെക് ട്രാവൽ ബൈ സോണി ഏജൻസി എന്നുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾ വരാൻ പോകുന്ന 5 പുതിയ ആംപ്ലിഫയറുകളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും കാണുകയും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണോ, നിങ്ങളുടെ ആവശ്യത്തിന് ഉതകുന്നതാണോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ച് വലുത് കണ്ടെങ്കിൽ ഇനി കുറച്ച് ചെറുത് കാണാം. ചെറിയ ഇതാണ്. ഇത് SJ200 എന്നാണ് ഇത് നമ്മൾ പേരിട്ടിരിക്കുന്നത്. 200 സ്റ്റീരിയോ ആണ്. ഇത് സ്റ്റീരിയോ ഉള്ളൂ, 2.1 ഇല്ല. ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഓക്സ് ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. ഓക്സ് ഇൻപുട്ടും ബ്ലൂടൂത്ത് മാത്രമുള്ള സ്റ്റീരിയോ ആയിട്ടുള്ള, ചെറിയ സ്റ്റീരിയോ ആവശ്യമുള്ള 100+100 വാട്ട്സ് ഉള്ള ഒരു ആംപ്ലിഫയർ ബോർഡാണ് SJ200 സ്റ്റീരിയോ. ഇത് കണ്ടല്ലോ, ഒന്ന് കാണിച്ചു തരാം. അവർക്ക് ഇത് ഉപയോഗിക്കുക. SJ200 അത്രക്കേ ഓരോ ആവശ്യങ്ങളാണല്ലോ. ചിലർക്ക് സബ് വൂഫർ വേണ്ട, നല്ല സ്റ്റീരിയോ ആയിട്ട് നല്ല ക്ലാരിറ്റി കേട്ടാൽ മതി എന്ന് പറയുന്നവർക്കുള്ള ഒരു സാധനമാണ് ഇത്. SJ320 സ്റ്റീരിയോ 160x2 ആംപിയർ കിട്ടുന്ന 320 വാട്ട്സ് കിട്ടുന്ന ഒരു സ്റ്റീരിയോ നല്ല ആംപ്ലിഫയർ ബോർഡ്. ഫാനുണ്ട്, പെൻഡ്രൈവ് ഉണ്ട്, ഓക്സിനുണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്.
പെൻ ഡ്രൈവിന് കൺട്രോളും ഉണ്ട്. പെൻ ഡ്രൈവിന് കൺട്രോളും ഉള്ള ഇത് ബാസ് ട്രിബിളോ ഓളിയോ ഉള്ള ഓൺ ഓഫ് ഉള്ള ഓളിയോ ഉള്ള പെൻ ഡ്രൈവിന് കൺട്രോളും ഉള്ള ഒരു ഇതാണ് SJ320 എന്ന് പറഞ്ഞ ആംപ്ലിഫയർ ബോർഡ്. ഇത് നല്ലതാണ്. സബ്വൂഫർ വേണ്ടെന്നുള്ള ആൾക്കാർക്ക്, സബ്വൂഫർ വേണ്ടാത്തവർക്ക്, ഇച്ചിരി പവർ വേണ്ടവർക്ക് 320 വാട്ട്സ് RMS കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. ഇതും ആവശ്യമുള്ളവർക്ക് കിട്ടും. കാരണം ഞാൻ പല മോഡലുകൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ പലർക്കും പല ആവശ്യങ്ങളാണല്ലോ. എല്ലാവർക്കും ഒരു ഏറ്റവും പവർ കൂടിയതായിരിക്കണം ആവശ്യം. ഇത് 2 സ്പീക്കറുള്ള ഹൈഫൈയുടെയൊക്കെ 2 സ്പീക്കറുള്ളവർക്ക് കൊടുക്കാൻ അടിപൊളിയാണ്. 160 വാട്ട്സ് പവറുള്ള ഒരു നല്ല ആംപ്ലിഫയറാണ്. ഫാനും ഉണ്ട്. വളരെ ഒതുക്കമാണ്, വളരെ ക്യൂട്ടാണ് സാധനം. പെൻ ഡ്രൈവ്, ഓക്സിന്, ബ്ലൂടൂത്ത്, പെൻ ഡ്രൈവിന് കൺട്രോൾ. പിന്നെ ഓളിയം, ഫുൾ ഓളിയം കൂടുക അങ്ങനെ കുറയുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇതിനില്ല. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. പിന്നെ ഒരു ഇൻപുട്ടുകളും ആവശ്യമില്ലാത്ത ജസ്റ്റ് ഓക്സിന് മാത്രം കൊടുക്കാവുന്ന എന്തെങ്കിലും ഒരു ലൈനിന് കൊടുത്ത് വളരെ ഈസി ആയിട്ട് വളരെ ക്യൂട്ടായിട്ട് ചെറിയൊരു ആംപ്ലിഫയർ ബോർഡാണിത്. ഇത് 100+ പവർഫുൾ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബോർഡുമാണ്. ഇതിന് 12 വോൾട്ട് തൊട്ട് 32 വോൾട്ട് വരെ, 12 വോൾട്ട് തൊട്ട് 32 വോൾട്ട് വരെ സപ്ലൈ കൊടുക്കണം. ഇത്രയും കപ്പാസിറ്റേഴ്സ് ഉണ്ട്, കോയിലുണ്ട്. ഇത് നടുക്കത്തെ ലൈൻ ഇൻപുട്ട് DC ഇൻപുട്ടും ഇത് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറുമാണ്. അപ്പോൾ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ വേണം, സിംഗിൾ കൺട്രോൾ വേണം. ഒരു ലൈനിന് മാത്രം മതി എന്നുള്ള ഒരാൾക്ക് ലൈനിന് വേണം. നമുക്ക് വേറെ പെൻ ഡ്രൈവും ബ്ലൂടൂത്തും ഇങ്ങനെയൊക്കെ വേറെ ബോക്സ് ആക്കി വെച്ചിട്ട് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു നല്ല ആംപ്ലിഫയറാണ്. ഒറ്റ സിംഗിൾ ഓളിയം കൺട്രോളിൽ ബാസ് ട്രിബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് ജസ്റ്റ് മാസ്റ്റർ ഓളിയം മാത്രമേ ഇതിനുള്ളൂ. ഇതിൻ്റെ 200 ഗോൾഡ് സ്റ്റീരിയോ, SJ200 ഗോൾഡ് സ്റ്റീരിയോ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ഇത് ബ്ലൂടൂത്ത് ഇല്ല, പെൻഡ്രൈവ് ഇല്ല, യാതൊന്നുമില്ല. ഇതാണ് ബോർഡ്. കണ്ടോളൂ. ഇങ്ങനെ കുറേ ആവശ്യങ്ങളനുസരിച്ച് ആൾക്കാർക്ക് വാങ്ങാൻ പല ടൈപ്പ് ബോർഡുകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കിത് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. ഇത് നമ്മുടെ SJ2.1 200 സ്മോൾ എന്ന് പറഞ്ഞ ബോർഡാണ്. ഈ ബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ബോർഡാണ്. ഇതിന് ഓളിയം കൺട്രോൾ മറ്റേ പെൻ ഡ്രൈവിൻ്റെ കൂട്ട് ഓളിയം ഓൺ ഓഫ് ഉള്ള ഓളിയം കൺട്രോളാണ്. പിന്നെ ഇതിൻ്റെ കോയിലുകളൊക്കെ കുറച്ച് ചെറുതാണ്. ചെറിയതെന്ന് പറഞ്ഞാൽ 150 തന്നെ കോയിലാണ്, പക്ഷേ ചെറിയ കോയിലുകളാണ്. പിന്നെ ഇതിന് പെൻ ഡ്രൈവ് ഉണ്ട്, ഓക്സിജനുണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. അത് ഒരു ചെറിയ ക്യൂട്ടായിട്ട് ഒരു S21 ഒക്കെ വളരെ ചെറുതായിട്ടുള്ള ഒരു ബോർഡാണ്. ഇതിനനുസരിച്ച് വിലയ്ക്ക് മാറ്റമുണ്ട്. അപ്പോൾ ചെറിയ 2.1 വേണ്ടവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് SJ200 2.1 സ്മോൾ എന്ന് പറഞ്ഞ ബോർഡ്. 2.1 ആണ്, സ്മോളാണ്. അപ്പോൾ ഇനിയുണ്ട് കുറേ ബോർഡുകളും കൂടെ ഉണ്ട്. കുറേ ടൈപ്പ് സ്റ്റീരിയോ ബോർഡുകളും ഉണ്ട്. കൺട്രോളൊന്നും ഇല്ലാതെ നമുക്ക് അകത്ത് വെക്കാൻ പറ്റിയ കുറേ ബോർഡുകളും കൂടെ വന്നിട്ടുണ്ട്. അതെല്ലാം അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം. ഏതെങ്കിലും ബോർഡുകൾ ഫുൾ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം, ഇതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ ഹൈപ്പ് എന്ന് വരും, ഒരു ഹൈപ്പും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയാണ് ലൊക്കേഷൻ. കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി, മണിമല കാഞ്ഞിരപ്പള്ളി, പാലായിൽ നിന്ന് വരുമ്പോൾ പാല, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, മണിമല വഴി ഈ കാഞ്ഞിരപ്പള്ളിക്ക് വരാം. പിന്നെ നമുക്ക് എരുമേലിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് വരാം. അയ്യപ്പന്മാരൊക്കെ ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണ് കാഞ്ഞിരപ്പള്ളി വഴി. പിന്നെ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്ന നമ്മുടെ അടുത്തുള്ള ടൗണുകളാണ് ഞാൻ പറയുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് വരാം കാഞ്ഞിരപ്പള്ളിക്ക്, എരുമേലിയിൽ നിന്ന് വരാം, മുണ്ടക്കയത്തു നിന്ന് വരാം, കുമിളിയിൽ നിന്ന് വരാം. കുമിളിയിൽ നിന്നുള്ള വഴിയാണ് KK റോഡാണ് നമ്മുടെ KK റോഡ്. ഫുൾ KK റോഡിലാണ് നമ്മുടെ കടയിരിക്കുന്നത്. നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മുടെ തൊട്ടടുത്ത് തന്നെ കെയർ ബേക്കറി ഉണ്ട്, തറവാട് ഹോട്ടലുണ്ട്, മിനി സിവിൽ സ്റ്റേഷനുണ്ട്, ഓപ്പോസിറ്റ് മിനി സിവിൽ സ്റ്റേഷനുണ്ട്, ബസ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മുടെ കടയിരിക്കുന്നത്. ആർക്കും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത് ലൊക്കേഷൻ ആയാലും ഇനി എവിടെയാണ് കട എന്ന് ചോദിക്കണ്ട. പിന്നെ ഫോൺ നമ്പർ 9444720809 ആണ് നമ്മുടെ ഫോൺ നമ്പർ. നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഫോൺ നമ്പർ വിളിക്കുക. ചിലപ്പോൾ ഫോൺ കിട്ടാതെ വരാറുണ്ട്. കിട്ടാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ബിസി വരുന്നതുകൊണ്ടാണ്. ഒത്തിരി പേര്
ഒരാൾ പറഞ്ഞു പ്രധാനമന്ത്രിയെക്കാളും ബിസിയാണെന്ന് ഒരാൾ പറഞ്ഞു. പ്രധാനമന്ത്രിയെക്കാളും ബിസിയാണ്, ഞാൻ തന്നെ വേണം എല്ലാം ചെയ്യാൻ. പ്രധാനമന്ത്രിക്ക് ഒരാൾ അതിനടി മറുപടി കൊടുത്തിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നമുക്കതില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് സഹകരിക്കുക. നമുക്ക് പറ്റുന്ന സമയത്തെല്ലാം നമ്മൾ ഫോൺ എടുക്കാറുണ്ട്. ഞാനിതൊരു ജോലിയായിട്ട് പ്രൊഫഷണലായിട്ടോ ഇതൊരു വരുമാന മാർഗ്ഗമായിട്ട് ചെയ്യുന്ന ജോലിയല്ല ഇത് ഞാൻ എൻ്റെ ഒരു പാഷൻ്റെ പേരിൽ ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഫ്രീഡം എനിക്ക് നിങ്ങൾ തരണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാഷൻ വിട്ട് ഓടി രക്ഷപ്പെടും. അപ്പം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് സോണി അലക്സാണ്ടർ എന്നാണ്. എൻ്റെ കടയുടെ പേര് സോണി ഇലക്ട്രോണിക്സ് എന്നാണ്. കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞ 38 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന സോണി ഓതറൈസ്ഡ് ഷോറൂമാണ്. നമ്മളെല്ലാ ടൈപ്പ് കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കട ഈ യൂട്യൂബിൽ വന്ന പിന്നെ ആയിരിക്കും നിങ്ങൾ എന്നെ പരിചയമെങ്കിലും നമ്മുടെ ഈ പ്രാന്തപ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ നമ്മളെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ പല വീഡിയോയിലും എപ്പോഴും പറയാറില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പുറത്തുള്ള എൻ്റെ കടയുടെ ഒരു വ്യൂ വേണമെങ്കിൽ ഒരു റൊട്ടേഷൻ വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഫോൺ നമ്പർ മറക്കണ്ട, 9447208809. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ലൈക്ക് അടിക്കാനും മറക്കണ്ട, ബെൽ ബട്ടണും എനേബിൾ ചെയ്യണം. അപ്പോഴാണ് വീഡിയോസ് ഇടുമ്പോഴെല്ലാം കിട്ടുക. അല്ലെങ്കിൽ വീഡിയോ കിട്ടുന്നില്ല എന്നുള്ള പരാതി വരും. പിന്നെ ഉള്ളത് ഹൈപ്പ് വരും. ഒരു ഹൈപ്പ് കൂടെ ചെയ്യാം. അപ്പോൾ എല്ലാം എൻ്റെ കൂട്ടുകാർ സഹോദരങ്ങൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് കാണുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു പരിമിതികളുള്ളതുകൊണ്ട് മുഴുവൻ വീഡിയോ ഒന്നും അതിനകത്തില്ല. ചിലപ്പോൾ ഒരു ടിപ്പായിട്ടോ ഒരു ഷെയറിംഗ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാനോ ഒന്നും പറ്റില്ല. അപ്പം നമ്മുടെ ചാനലിൽ കയറിയാലേ നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അതിനകത്ത് കയറി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ കാണാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുക. അപ്പോൾ ഫോൺ നമ്പർ എപ്പോഴും വിളിച്ചോ, നമുക്ക് വിളിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ കിട്ടിയില്ലെങ്കിൽ അതിന് പരാതി പറയരുത്, ആവശ്യങ്ങൾക്ക് വിളിക്കുക. പിന്നെ കിട്ടിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വിളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദിക്കുന്നതിന് എല്ലാവരും മറുപടി പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറ്റ ഫോൺ നമ്പറേ എനിക്കുള്ളൂ, 9447208809. താങ്ക് യു. ആംപ്ലിഫയർ മാത്രം കാണിച്ചാൽ പോരാ, അതിന് കണക്ട് ചെയ്യാനുള്ള സ്പീക്കറും കൂടെ കാണിക്കണ്ടേ. ഇത് സോണിയുടെ സബ്വൂഫർ. ഞാനിത് കാണിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ ഏതോ ഒരാളിങ്ങനെ പറയുന്നത് കേട്ട് ഈ സോണിക്കും JBL പൈനിയറിനും ഒന്നും പഴയ പെർഫോമൻസ് കിട്ടുന്നില്ല എന്ന്. അതിന് കാരണം എന്നാണെന്നറിയോ? ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോപ്പി ആയതുകൊണ്ടാണ്. ഇത് കയ്യിൽ അധികം നേരം പിടിക്കാൻ തന്നെ പറ്റിയല്ല. ഊഫർ 7 kg, മൊത്തം ക്രോസ് 10 kg ഉണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പർ NW12002 1800 വാട്ട്സ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വാറണ്ടി പേപ്പർ കിട്ടും, ബില്ല് കിട്ടും, എല്ലാ കാര്യങ്ങളും കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വസിക്കാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കാൻ ഒരു പെർഫോമൻസിനും കുറവ് വരികയില്ല. പണ്ടത്തേലും പെർഫോമൻസ് കൂടിയിട്ടുള്ളൂ. നേരത്തെ ചൈനയിൽ നിന്നായിരുന്നു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ വിയറ്റ്നാമിൽ നിന്നാണ് വരുന്നത്. കുറച്ചും കൂടെ ഫാർ ബെറ്ററാണ് സാധനം. ഇതാണ് സബ്വൂഫർ. ഇത് 4200 വാട്ട്സ് 420 വാട്ട്സ് RMS-ഉം 1800 വാട്ട്സ് PMBO 12 ഇഞ്ചും 4 ohms ഉള്ള സബ്വൂഫറാണ് സോണി സബ്വൂഫർ എക്സ്പ്ലോറിൻ്റെ. ഇത് കൂടാതെ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 സ്പീക്കേഴ്സ് ഉണ്ട്, 2 സൈസ് സ്പീക്കേഴ്സ് ഉണ്ട്. ഒന്ന് FB 1603 ഒന്ന് FB 893E. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് റൗണ്ടാണ്, ഇത് ഓവൽ ഷേപ്പാണ്. 6x9 ഇത് ഓവലാണ്. ഇത് റൗണ്ട് FB 16 163G. ഇത് 270 വാട്ട്സ് PMBOയും 45 വാട്ട്സ് RMS-ഉം 3 വേ സ്പീക്കേഴ്സാണ്. ഇതിൻ്റെ വില 3490. പിന്നെ അതിൻ്റെ അടുത്ത സാധനം ഉള്ളതെന്ന് പറഞ്ഞാൽ FB 693E. ഇത് 420 വാട്ട്സ് PMBO 60 വാട്ട്സ് RMS-ഉം 3 വേ സ്പീക്കറാണ്. ഇതിൻ്റെ വില 4990. പിന്നെ നമ്മൾ സബ്വൂഫറിൻ്റെ വില പറഞ്ഞേക്കാം, 5990 സബ്വൂഫറിൻ്റെ വില. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് സ്പീക്കർ ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. സബ്വൂഫർ ആവശ്യം പോലെ ഉണ്ട്. ഇതാണ്ട് ഇരിക്കുന്ന മുഴുവൻ സബ്വൂഫേഴ്സാണ്, ആവശ്യം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ തരുന്ന സാധനത്തിന് ഒരു പെർഫോമൻസ് കുറവും വരികയില്ല. ഇതിന് 1 ഇയർ വാറണ്ടിയുള്ള, 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള, ഓൾ ഓവർ ഇന്ത്യ സോണിയുടെ എല്ലാ സർവീസ് സെൻ്ററിലും നിങ്ങൾക്ക് 1 ഇയർ റീപ്ലേസ്മെൻറ്റ് കിട്ടുന്ന ജെന്യൂൻ പ്രോഡക്റ്റാണ്. അങ്ങനെ ആരെങ്കിലും സോണിക്ക് പെർഫോമൻസ് കുറഞ്ഞെന്നോ പൈനിയറിന് പെർഫോമൻസ് കുറഞ്ഞോ പറഞ്ഞെങ്കിൽ അതിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ടാണ്. കെയർഫുള്ളായിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക, ആവശ്യമില്ലാതെ വിളിക്കരുത്. പിന്നെ സബ്വൂഫറിന് കൊടുക്കാൻ പറ്റിയ ബോക്സ് ഉണ്ട് ഇവിടെ. ഇതുണ്ട്, ഒരു വലിയ ബോക്സാണ്, 12 ഇഞ്ചിൻ്റെ
സബ് ഊഫറിന് കൊടുക്കാൻ വലിയ വലിയ ബോക്സ് 2 ബൈ ഹോളുള്ളത്. പിന്നെ ചെറിയ ഓവൽ ബോക്സുകളും നമ്മുടെ കയ്യിലുണ്ട്. ചെറിയ ഓവൽ ബോക്സുകളും ഉണ്ട്. വേണ്ടവർക്ക് നേരിട്ട് വരുവാണെങ്കിൽ ഓവൽ ബോക്സുകളും നമുക്കിവിടെ ഉണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കണല്ലോ. ഉണ്ട് ഓവൽ ബോക്സും ഉണ്ട്, റൗണ്ട് ബോക്സ് ഉണ്ട്, എല്ലാ ബോക്സുകളും തന്നെ ഇവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ എല്ലാം ബോക്സ് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടും എടുത്തു വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ആവശ്യമുള്ളത് നോക്കി അതിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കി പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇപ്പം കണ്ട ഈ ആംപ്ലിഫയർ കൂടാതെ നമ്മുടെ ഒരു 5 ആംപ്ലിഫയറും കൂടെ വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് അത് ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിടാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. പിന്നെ സ്കൈപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.